സർ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയുണ്ടായി 15ഓളം ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ പല ഡിഫൻസ് എക്സ്പേർട്ടുകളും, അതായത് വിദേശ ഡിഫൻസ് എക്സ്പേർട്ടുകളും ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് തുറന്നു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യ കിരാന ഹിൽസിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ വാതിലുകളൊക്കെ ഇന്ത്യൻ മിസൈൽ തകർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരു ഇവിടെയാണ് പാകിസ്ഥാന്റെ ഇത്തരം കേന്ദ്രങ്ങൾ എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരാൾ വേണം. അതൊരു ഒരു മനുഷ്യനാവാം, ഒരു രാജ്യമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക എക്യുപ്മെന്റുകളാകാം. പക്ഷെ ഇവിടെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരുണ്ട്. ആ രാജ്യത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അവരാണ് ഇന്ത്യക്ക് കൃത്യമായി വഴി കാണിച്ചു കൊടുത്തത്. ഇവിടെയാണ് ഈ സംഗതി ഉള്ളതെന്ന്. അങ്ങനെയാണ് ഒരു ഒരു റൂമർ വരുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. അപ്പം ഈ രാജ്യം ഇന്ത്യയുടെ വിശ്വസ്ത രാജ്യമാണ്. ഇന്ത്യ എല്ലാ കാര്യത്തിനും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇന്ത്യ ഇവരുടെ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. ഇവർ തമ്മിൽ ആയുധ കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യക്ക് വഴി കാണിച്ചു കൊടുത്തത് എന്നറിയുന്നു. പക്ഷെ അവിടെ എത്തി എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചതും അവിടേക്കുള്ള ആ വഴിയിലൂടെ കൃത്യമായി സഞ്ചരിച്ചതും ഇന്ത്യ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പ്രസ്താവന എത്രത്തോളം ശരിയാണ്? പ്രസ്താവന 100% ശരിയാണ്. കാരണം അതാണ് നമ്മളെ ലോക സാഹചര്യങ്ങളും ഈ വരുന്ന റിപ്പോർട്ടുകൾ യുദ്ധത്തിന് ശേഷമാണല്ലോ. യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വിവരങ്ങൾ പിന്നീടാണ്. തുടർചലനങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ സത്യം എന്താണെന്നുള്ളത് പതുക്കെ പതുക്കെ പുറത്തു വരികയുള്ളൂ. അത് യുദ്ധത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നീതു സൂചിപ്പിച്ച ആ വാചകം തന്നെ ഞാൻ എടുത്തു പറയാം. ആ രാജ്യത്തിന്റെ പേര് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഇസ്രായേലാണ്. നമ്മുടെ വിശ്വസ്തരാണ്. നമ്മുടെ എന്നും വിശ്വസ്തരായിട്ട് നിന്നിട്ടുള്ള ഒരു രാജ്യമാണത്. അവർ വേറെ ആഭ്യന്തര പ്രശ്നങ്ങളും അവർ വേറെ മറ്റു യുദ്ധങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇന്ത്യയെ എന്നും എക്കാലവും കരുതി സംരക്ഷിച്ചു പോന്നിട്ടുള്ള രാജ്യമാണ്. അതിന്റെ ഒരു സൂചനയാണ് അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനമാണ്, രഹസ്യാന്വേഷണ വിഭാഗമാണ് മൊസാദ് എന്ന് പറയുന്നത്. ആ മൊസാദ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നതിന് ഏതാണ്ട് 1.5-2 വർഷം മുമ്പ് തന്നെ അവർ കൃത്യമായിട്ട് നമുക്കൊരു മെസ്സേജ് തന്നിരുന്നു. രാജീവ് അപകടത്തിലാണ്, രാജീവിന്റെ ജീവൻ അപകടത്തിലാണെന്നുള്ളത് 1.5 വർഷം മുമ്പ് അവരുടെ മൊസാദ് നമുക്ക് മുന്നറിയിപ്പ് തന്നിരുന്നതാണ്. പക്ഷെ എന്ന് കരുതി അങ്ങനെ ജീവിക്കാനൊക്കത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ വിധി മറ്റൊന്നായി, അങ്ങനെ അത്തരത്തിലായി പോയി എന്നുള്ളത്. അപ്പൊ നമുക്ക് വിശ്വസിക്കാവുന്നവരാണ്. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളെ നമ്മൾ കാണണം. ഒരു പക്ഷത്ത് നമുക്ക് കുടിവെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളരുതാത്ത തുർക്കി, നമ്മുടെ നികുതിപ്പണം കൊണ്ട്, നമ്മുടെ മലയാളികളുടെ നികുതിപ്പണം കൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മുടെ ഗവൺമെന്റ് സംഭാവന ചെയ്ത 10 കോടി രൂപ വാങ്ങിച്ചത് അവർ പറഞ്ഞ മലയാള ഭാഷയിൽ പറഞ്ഞ പുട്ടടിച്ചേച്ചാണ് അവർ ഈ പണി കാണിച്ചത്. നമ്മളോട് ലോകത്തൊരു രാജ്യവും ചെയ്യാത്തൊരു ചതിവാണ് അവർ നമ്മളോട് ചെയ്തത്. നമ്മൾ പലതവണ നമ്മുടെ രാജ്യം ആവശ്യപ്പെട്ടു, എന്തിനാണ് ഈ തുർക്കിയുടെ വിമാനങ്ങളെല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിൽ വന്ന് ലാൻഡ് ചെയ്യുക, പാകിസ്ഥാൻ വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്നതെന്ന് നമ്മൾ പലതവണ ചോദിച്ചതാണ്. അപ്പോഴൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് എണ്ണ നിറയ്ക്കാനാണ്, ആ വിമാനത്തിന് ആവശ്യമായ ഇന്ധനം നിറയ്ക്കാനാണ്, എങ്ങനെയാണെന്നൊക്കെയാണ് അവരുടെ വിശദീകരണം. പക്ഷെ എന്താ സംഭവിച്ചത്? ഇന്നിപ്പോ നമ്മുടെ കരസേനയുടെ ഔദ്യോഗിക വക്താക്കൾ പറയുന്ന പ്രകാരം 600ഓളം ഡ്രോണുകളാണ് നമ്മൾ അടിച്ചിട്ടതെന്നാണ് പറയുന്നത്. 600 എണ്ണം നമ്മുടെ എക്സ്പോർട്ട് നമ്മൾ തട്ടി അതിനെ തവിട് പൊടിയാക്കി കളയാൻ. അപ്പൊ എന്തുമാത്രം കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടാകും? നമ്മുടെ ഭക്ഷണം, നമ്മുടെ അന്നം, നമ്മുടെ വെള്ളം മേടിച്ച് കുടിച്ചിട്ടാണ് നമ്മളോട് ഈ കൊലച്ചതി അവർ ചെയ്തത്. പക്ഷെ സ്വാഭാവിക നീതി ഭാഗത്തും ഉണ്ടല്ലോ. നമ്മളെ സഹായിക്കാൻ ലോകരാജ്യങ്ങളുണ്ടായിരുന്നു. അവരെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സഹായിച്ചിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിലെ ഏറ്റവും മുമ്പിൽ നിന്ന രാജ്യം തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ എല്ലാ സംവിധാനങ്ങളും, അവരെ നമ്മളെ വിളിക്കുന്നത് ലോകഏറ്റവും മികച്ച രോഗം കണ്ടെത്തുന്ന വിദഗ്ധന്മാരായിട്ടാണ്. ഇസ്രായേൽ കൊച്ചു രാജ്യമാണ്, മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരുടെ വിഭവശേഷി, അവരുടെ ടെക്നോളജി, അവരുടെ പവർ ഒക്കെ അതിഭയങ്കരമാണ്. എല്ലാവരും സമ്മതിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഏത് ഭാഗത്താണ് നമ്മുടെ രോഗിയുടെ വൈദ്യന്റെ ഒക്കെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണ് അസുഖം ഇരിക്കുന്നത്, രോഗം എവിടെയാണ് എന്ന് കൃത്യമായി നിർവചിച്ച് കണ്ടുപിടിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വൈദ്യന്മാരെന്ന് പറയാം, അല്ലെങ്കിൽ ഉപകരണമെന്നോ യന്ത്രമെന്നോ എന്ത് വേണേൽ പറഞ്ഞ് അവരെ വിശേഷിപ്പിച്ചോളും. പക്ഷെ ചികിത്സിക്കേണ്ടത് നമ്മളാണ്, ചികിത്സ നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. അത്തരത്തിലുള്ള ഒരു
പ്രയോഗമാണ് നമ്മുടെ കിർണ ഹിൽസിൽ നടത്തിയെന്നാണ് ഇപ്പൊ അമേരിക്കൻ എക്സ്പെർട്സുകൾ പോലും പറയുന്നത്. അവിടുത്തെ ആണവ സംഭരണശാലയുടെ കൃത്യമായ 2 വാതിലുകൾ, ആ വാതിലുകളാണ് നമ്മുടെ ബ്രഹ്മോസ് തകർത്ത് കളഞ്ഞത്. ബ്രഹ്മോസ് പോയി എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ബ്രഹ്മോസ് ഞങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഭുജിലെ നമ്മുടെ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ മിസൈലുകൾക്ക് അത് സൂപ്പർസോണിക് മിസൈലുകളാണ്, അതിന് വളരെ പ്രഹരശേഷിയുള്ള സൂപ്പർസോണിക് മിസൈലുകളാണ് ബ്രഹ്മോസ്. നമ്മുടെ റഷ്യയുടെയും കൂടെ ഒരു സംയുക്ത സംരംഭമാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ. അതിന് കൃത്യമായിട്ട് പറന്നു ചെല്ലാനും ഡീവിയേഷൻ ഈ പറഞ്ഞതുപോലെ എടുക്കേണ്ടത് എടുക്കാനും 45 എത്ര ഡിഗ്രിയിലേക്ക് ചരിയാനും ഒക്കെയുള്ള സംവിധാനങ്ങളും അതിനകത്തിലുണ്ട്. പക്ഷെ സ്പോട്ട് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ചിലതിനെ മോണിറ്റർ ചെയ്യണം. ആ പ്രിസിഷൻ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതിനായിട്ട് കുറച്ച് സഹായം നമുക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. അതാണ് ഈ ഡിഫൻസ് എക്സ്പെർട്ടുകളുടെ അവരുടെ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ശരിയുമായിരിക്കും. കാരണം ഈ യുദ്ധം നേരിട്ട് കണ്ടിട്ടുള്ള 2 വ്യക്തികളെ ഉള്ളൂ. അതൊന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നെ അമേരിക്കൻ പ്രസിഡന്റും ആയിരിക്കും സ്വാഭാവികമായിട്ട്. അതാണല്ലോ പുള്ളി കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ചെയ്തു, പിന്നെ ഞാനാണ് ഇടപെടുന്നത്, അങ്ങനെയൊക്കെ ഉള്ള പ്രസ്താവനകളൊക്കെ വളരെ ആകാംക്ഷയോടെ മറ്റൊരു ലോക നേതാവിനേക്കാളും കൂടുതൽ ശ്രദ്ധിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ പറയുന്നില്ല, പെന്റഗന്റെ വലിയ സാധ്യതകൾ അവർക്കുണ്ട്. പ്രിസം പോലെയുള്ള വലിയ CDS നെറ്റ്വർക്കുകളുണ്ട് അവർക്ക്, സെൻട്രൽ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ അവർക്കുള്ളതാണ്. അപ്പൊ അവർക്ക് അതിനുള്ളൊരു കഴിവുണ്ട്, അതിനെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ആ എക്സ്പെർട്ടുകളുടെ എല്ലാം കൃത്യമായ വിവരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിലെ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ യുദ്ധം കഴിഞ്ഞ് 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത്തരം വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിപ്പോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ എന്തെല്ലാം എവിടെയെല്ലാം ചെയ്തു എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സത്യവുമാണ്. നമ്മുടെ മിലിറ്ററി ഉദ്യോഗസ്ഥരും നമ്മുടെ സൈനിക മേധാവികളും നമ്മുടെ മന്ത്രാലയങ്ങളും നമ്മുടെ പ്രതിരോധ മന്ത്രി പോലും സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചു. ഇന്നലെ അത് വളരെ വ്യക്തമായിട്ട് അത് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി ഇത്തരം കാര്യങ്ങളില്. കഴിഞ്ഞൊരു 4 ദിവസം മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ ബ്രഹ്മോസ് എന്നൊരു വാക്ക് നമ്മുടെ ഒരു മുഖ്യമന്ത്രി, ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് അങ്ങനെ വലിയ ഇതൊന്നും ഉള്ള പിന്നെ അറിവുകേടെന്നൊന്നും ഞാൻ അതിനെ പറയത്തില്ല. അദ്ദേഹത്തിന് പ്രായോഗികമായ പരിജ്ഞാനക്കുറവായിരിക്കാം ഒരു പക്ഷെങ്കിലും. അദ്ദേഹം പെട്ടെന്ന് ഇത് പറഞ്ഞു കളഞ്ഞു. അദ്ദേഹത്തിന്റെ വായിൽ നിന്നാണ് ആദ്യം ബ്രഹ്മോസ് എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്നത്. എന്താണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യസ്നേഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. നമ്മൾ അതുവരെ നമ്മൾ ഉപയോഗിച്ചു എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പൊ അതിനൊരു കൃത്യമായ ഒരു ആധികാരികത വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രതിരോധ മന്ത്രി സൂചിപ്പിച്ചതോടെ ആധികാരികത വന്നിരിക്കുകയാണ്. ഇത്തരം സ്പൈ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നതിനെ നമ്മൾ പല രാഷ്ട്രീയക്കാരും നമ്മളെ എതിർക്കുന്നുണ്ട്. നമ്മൾ ഈ ബോംബെയിലെ ആക്രമണത്തിന് ശേഷമാണ് ഈ CDS സംവിധാനം, ഒരു സെൻട്രൽ സംവിധാനം, നമുക്ക് മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് വേണം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് മനസ്സിലായത്. കാരണം ഭീകരവാദികളുടെ സാറ്റലൈറ്റ് ഫോണുകളാണ് ഇരിക്കുന്നത്. അവർ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുന്നത്. നമുക്ക് അത്തരം കാര്യങ്ങളിൽ അന്ന് കുറച്ച് കുറവുണ്ടായിരുന്നു. സത്യമാണ്, നമുക്ക് കാര്യങ്ങളിൽ അത്തരം കുറവുണ്ടായിരുന്നു. ആ കുറവ് നികത്തിയെടുക്കുക, അതിന്റെ പേരിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക്, സാറ്റലൈറ്റ് ഉണ്ട്, നമുക്ക് സാറ്റലൈറ്റുകളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളിൽ നമ്മൾ കുറച്ച് സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്, കാരണം ഒരു യുദ്ധം സാഹചര്യം ഒന്നും പ്രതീക്ഷിച്ച് കാണത്തില്ലായിരിക്കാം, അങ്ങനെ ചില പാളിച്ചകളുണ്ട്. അത് വളരെ പെട്ടെന്ന് നരേന്ദ്രമോദി സർക്കാർ ഇത് കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സിസ്റ്റം വളരെ വിപുലീകരിച്ചത്. ആ സമയത്താണ് പെഗാസസുമായിട്ട്, അതും ഇസ്രായേലിന്റെ കണ്ണുകൾ ഇതാ വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു, അവര് ഞങ്ങളുടെയൊക്കെ പിന്നെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയാണ്, ഞങ്ങളുടെ സ്വകാര്യ ഡേറ്റ അവർ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ എന്തെല്ലാം ബഹളങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കോടതിയും അതിന് അംഗീകരിച്ചില്ല, ആരും അത് അംഗീകരിച്ചില്ല, അങ്ങനെ പിന്നെ ഡേറ്റ ചോർത്തിക്കൊണ്ട് പോയി എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു പക്വതയായ പ്രസ്താവനകൾ വേണമായിരുന്നു അന്ന് നടത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പല സാഹചര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡിഫൻസ് എക്സ്പെർട്സ് പറഞ്ഞത് ശരിയാകും. നമ്മുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും നമ്മുടെ കഴിവും തന്നെയാണ് നമ്മൾ യുദ്ധത്തിൽ ഉപയോഗിച്ചത്. പക്ഷേ ഇതിനൊക്കെ അത് പറഞ്ഞതുപോലെ, പിന്നെ വൈദ്യന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ
കാണിച്ചു കൊടുക്കാൻ ഇന്നടത്ത് ഇന്നടൊക്കെ ഇരിക്കുന്നു. നമ്മൾ അമേരിക്ക $10 കോടി വില പ്രഖ്യാപിച്ചവനെയാണ് അടിച്ചു കളഞ്ഞില്ലേ? അയാളെയും കൂട്ടാളികളെയും നമ്മൾ കൃത്യമായി ബോംബിംഗ് ആയിരുന്നു അവിടെ നടന്നത്. കാരണം അവരുടെ പവർ അതാണ്, ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളുടെ പവർ അതാണ്. പാകിസ്ഥാനിലെ ആണവ ശാസ്ത്രജ്ഞനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്കാണ് അവരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു ഇന്നടത്ത് ഉണ്ടെന്നും പറഞ്ഞു. അടിച്ചു കൊന്നില്ല. ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളെ പോലും അറിയിക്കാതെ, അവർക്കൊരു പരിക്കേൽപ്പിക്കാതെ കൊന്നു കളഞ്ഞു. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള രാജ്യമാണ് ഇസ്രായേൽ. നമ്മളോട് എന്നും കടപ്പെട്ടിരിക്കുന്നവരാണ്. അതാണ് എപ്പോഴും പറയുന്നത്, ഒരാൾ ഒരു ഭാഗത്തൂടെ ദോഷം ചെയ്താലും നമ്മുടെ നന്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാകും. അപ്പൊ അത്തരത്തില് ആ അനലിസ്റ്റുകളുടെ ഒക്കെ വിശദീകരണം ശരിയാണെന്നാണ് എനിക്ക് ഈ ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ എനിക്കും തോന്നുന്നു. എന്തായാലും ഡിഫൻസ് എക്സ്പെർട്ടുകളുടെ വിശകലനം പൂർണ്ണമായും ശരിയാണെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇന്ത്യ എത്രത്തോളം പ്രതിരോധ ശക്തിയിൽ വളർന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഇസ്രയേൽ പോലുള്ള രാജ്യം ഇന്ത്യയെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നു എന്നുള്ളതും, പാകിസ്ഥാനിൽ എവിടെ എന്തൊക്കെ നടക്കുന്നു, പാകിസ്ഥാനിൽ എന്നല്ല, ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ശത്രു രാജ്യങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെയാണ് അവരുടെ രഹസ്യങ്ങൾ എന്നതടക്കം കൃത്യമായുള്ള ഒരു നിരീക്ഷണം നടത്തി ഇന്ത്യക്ക് അത് കൈമാറുന്ന ഒരു ജോലി കൂടി ഇസ്രയേൽ നടത്തിയിരിക്കുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. പുറത്തുവരുന്ന റൂമറുകളാണ്. ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷേ കിരാന ഹിൽസിൽ ഒരു ആണവ ആക്രമണം നടന്നിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയുള്ളതും ആദ്യം റൂമറുകളായിരുന്നു. പിന്നീടാണ് ഇവയിൽ ചിലതൊക്കെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ എത്തിയത്. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 15ഓളം ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.